രണ്ട് സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ ഇനി പോകാൻ പോകുന്നത്. മലപ്പുറം വേഴ്സസ് തൃശ്ശൂർ. എന്താണ് അനസ് എടത്തൊടിക ഒരു പ്രഡിക്ഷൻ? തീർച്ചയായിട്ടും ഞാൻ പാർട്ട് ഓഫ് മലപ്പുറമാണ്. സോ അതിനുള്ള ഫോക്കസ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കോച്ചസും എൻ്റെ സ്റ്റാഫും എൻ്റെ ടെക്നിക്കൽ ടീമും നന്നായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നോട്ട് ഈസി, വിത്ത് ഓൾ റെസ്പെക്ട് നമ്മൾ 3 പോയിന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. ഷജുവേട്ടാ 50-50 ആണ്. മലപ്പുറം തൃശ്ശൂർ മാജിക് സെമി ഫൈനൽ മീൻസ് അതൊരു 50-50 സെമി ഫൈനലാണ്. രണ്ട് ടീമിനും ഈക്വൽ സാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, തൃശ്ശൂരിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ സെമി ഫൈനൽ നടക്കുന്നത് എന്നുള്ളത് തൃശ്ശൂരിന് സ്വാഭാവികമായിട്ട് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു. പക്ഷേ ഡിപ്പെൻസ് അവർ ബിബിൻ എങ്ങനെ കളിക്കുന്നു, ബിബിൻ്റെ കറക്റ്റായി ആപ്റ്റായിട്ട് ആ പോയിൻ്റ് ടു പോയിൻ്റ് ക്രോസ് വരുമോ, മെയിൽസൺ 11 കളിക്കുമോ, മെയിൽസൺ അവർക്ക് വേണ്ടി വീണ്ടും സ്കോർ ചെയ്യുമോ, എന്തായിരിക്കും മാർക്കസിൻ്റെ സ്ഥിതി തുടങ്ങി. കാരണം അവരുടെ ഫോറിനേഴ്സ്, അതായത് ഇവാൻ മാർക്കോവിച്ച്, മെയിൽസൺ ആൽവസ്, ഫ്രാൻസിസ് അഡ്ഡ, കെവിൻ തുടങ്ങിയ അവരുടെ ഫോറിനേഴ്സിനെ എല്ലാവരെയും അവർ കളിക്കളത്തിൽ ഇറക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനനുസരിച്ചാണ് തൃശ്ശൂരിൻ്റെ സാധ്യത. ഓഫ് കോഴ്സ് മലപ്പുറത്തിലേക്ക് വന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർ സ്റ്റഡഡ് ടീമാണ്. എയ്ത്തോറിനെ മലപ്പുറം, അതായത് ഇവർ എയ്ത്തോറിനെ വീണ്ടും സെൻട്രൽ ബാക്ക് സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി ഇവരുടെ ബാക്ക് ലൈൻ സോളിഡ് ആക്കുമോ, അതോ എയ്ത്തോറിനെ കഴിഞ്ഞ കളികളിൽ കണ്ടതുപോലെ പോയി ഗോൾ അടിക്കാനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിടുമോ, റോയ് കൃഷ്ണയും കെന്നഡിയും സെമി ഫൈനലിൽ സ്റ്റാർട്ടിംഗ് 11 കളിക്കുമോ എന്നുള്ളതാണ് പൊന്നും വിലയുള്ള ചോദ്യം. വേഴ്സസ് കെന്നഡി. അതൊരു നമ്മൾ ഗ്രൗണ്ടിൽ ആരാധകർ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റ് അതായിരിക്കും കേട്ടോ. കെന്നഡി കഴിഞ്ഞ തവണ അദ്ദേഹം പോകുന്നത് സ്ട്രക്ചറിലാണ്, അല്ലെങ്കിൽ തിരികെ പോകുന്നതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ഒരു പക്ഷേ ഈ സമയത്ത് പറ്റുമെന്ന് അറിയില്ല. അതെ, അത് തീർച്ചയായും അതൊരു ടീമിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് കെന്നഡിയെ, ആരാധകർ കാത്തിരിക്കുന്നുണ്ട് കെന്നഡിയെ, ആരാധകർ കൈയടിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നുണ്ട് കെന്നഡിയെ. അത്രമാത്രം പറഞ്ഞ് ഞാൻ കാര്യത്തിൽ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് രണ്ടാമത്തെ മത്സരം കണ്ണൂർ വേഴ്സസ് കാലിക്കറ്റ്. അത് എങ്ങനെയായിരിക്കും? രണ്ട് ടീമും നല്ല തുല്യശക്തികൾ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് കാലിക്കറ്റിനുണ്ടാകുമോ, അതല്ല എവേ മത്സരത്തിൽ പോയി ജയിച്ച ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് അത് കണ്ണൂരിനുണ്ടാകുമോ എന്നുള്ള ഹോം മാച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും കാലിക്കറ്റിന് ഉണ്ടാവും. പിന്നെ അവരെ വിന്നിങ് മൊമെൻറ്റം അത് കൺസിസ്റ്റൻസി വെച്ച ഒരു ടീമാണ് കാലിക്കറ്റ്. സോ ഈസി അല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ അവർക്കറിയാം, വെൽ എക്സ്പീരിയൻസ് പ്ലെയേഴ്സാണ്, ടോപ്പ് യങ് ടാലൻറ്റ്സ് ഉണ്ട്. സോ അത്ര ഈസിയുള്ള മാച്ച് ആവില്ല രണ്ട് ടീമിനും. പിന്നെ ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, സ്പോർട്ടിംഗ് ഡയറക്ടർ. പക്ഷെ ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആവാറില്ല. ലൈഫിലാണെന്നുണ്ടെങ്കിലും കരിയറിലാണെങ്കിലും ഒന്നിനും. എനിക്ക് കിട്ടുന്ന ജോലി, അതിപ്പോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാണെങ്കിലും അത് മാക്സിമം 100% കൊടുക്കുക എന്നതിലാണ് അർത്ഥം. പക്ഷെ അത് ആര് നേരത്തെ ജയിക്കോ ഇല്ലേ എന്നൊന്നും സത്യത്തിൽ ഇവൻ ഞാൻ കളിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിലും ഫൈറ്റ് ചെയ്യണം, ജയിക്കാനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ഒരു ടീമിനോ അല്ലെങ്കിൽ കുറച്ച് പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലോ ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആവാറില്ല എന്നുള്ളതാണ്. സോ ഡിഫിക്കൽട്ട് മാച്ചസ് ആയിരിക്കും അതും. ഓക്കെ, അതാണ് ഷൈജോട്ടാ. എന്താണ് ഒരു മലപ്പുറം തൃശ്ശൂർ മാച്ച് ഞാൻ പറയുമ്പോൾ കൃത്യം 50-50 പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല. കാലിക്കറ്റ് ഹാസ് എ ക്ലിയർ എഡ്ജ് ഇൻ ദിസ് സെമി ഫൈനൽ 1. ഒന്നാം സെമി ഫൈനലിൽ കാലിക്കറ്റിന് കൃത്യമായൊരു എഡ്ജ് ഉണ്ട്. കാരണം കാലിക്കറ്റ് ലാസ്റ്റ് കളി ട്രിവാൻഡ്രത്തിനെതിരെ കളിച്ച് 2-1 102-ാം മിനിറ്റിൽ അച്ചൽ ഓൾറെഡി ജയിച്ച മാച്ചിൽ കാലിക്കറ്റ് 8 പേരെ മാറ്റിയിട്ട് ഇറങ്ങിയത്. അതായത് കളിച്ചത് കാലിക്കറ്റിൻ്റെ രണ്ടാം നിര ടീമാണ്. അവിടെ കാലിക്കറ്റ് ഊട്ടി ഉറപ്പിച്ചു. അവരുടെ വിന്നിങ് മൊമെൻറ്റം അവർ തകരാറിലാക്കിയില്ല. ആ റിത്തം അവർ കീപ്പ് ചെയ്തു. മാത്രമല്ല അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് എന്താണ്, അവരുടെ ടീമിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടി. ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സെബാസ്റ്റ്യൻ, റിങ്കൺ, അച്ചൽ ഗോളടിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഈ ഒന്നാം സെമി ഫൈനലിൽ തീർച്ചയായിട്ടും കാലിക്കറ്റിന് ഒരു എഡ്ജ് ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ കണ്ണൂർ എന്തിനും കെൽപ്പുള്ള ടീമാണ്. കാരണം സിനാൻ എനർജറ്റിക്കാണ്, എക്സൂബറൻ്റാണ്, എന്തും ചെയ്ത് കളയും സിനാൻ്റെ ദിവസമാണെങ്കിൽ സിനാനെ കളി ഒറ്റക്ക് കൊണ്ടു കളയും. സാഡിനേറും അഡ്രിയാനും അസിയറും എങ്ങനെ കമ്പയിൻ ചെയ്യുന്നു, ഡെൽമോണ്ടെ എങ്ങനെയാണ് ബാക്കിലേയും കളിക്കുന്നത്. പിന്നെ മനോജ്, സന്ദീപ്, രണ്ട് നല്ല ഫുൾ ബാക്സ്, ഫുൾ ടൈം കയറി ഇറങ്ങി കളിക്കുന്ന 2 ഫുൾ ബാക്ക്. സോ ഇതൊക്കെ ഒത്തു വന്നാൽ കണ്ണൂരിനെ റൈറ്റ് ഓഫ് ചെയ്യേണ്ട. ഞാൻ എഡ്ജ് കാലിക്കറ്റിന് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും, എല്ലാ എഡ്ജും കാലിക്കറ്റിനെന്ന് പറയുമ്പോൾ പോലും കണ്ണൂരിനെ എഴുതി തള്ളരുത്. കണ്ണൂർ ഉറപ്പിച്ചായിരിക്കും വരുന്നത്. കണ്ണൂർ നിരയിൽ ഇപ്പം എബിൻ ദാസിനെ പോലുള്ള വളരെ ചുണക്കുട്ടികളായ ചാട്ടുലമായ നീക്കങ്ങളുള്ള താരങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഭ ധാരാളിത്തമുള്ളൊരു ടീമാണ് കണ്ണൂർ വേഴ്സസ് കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ. ഞാൻ പറയുന്നു
അത് പ്രവചിക്കാൻ പറ്റാത്തൊരു മത്സരം തന്നെയാണ്. നമ്മൾ കാലിക്കറ്റാണ് കളിയെങ്കിൽ പോലും കണ്ണൂരിൻ്റെ ഒരു പോരാട്ട വീര്യം നമ്മൾ കാണുന്നത്. 2 താരങ്ങളെ കൂടി നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകാം. അജ്സൽ വേഴ്സസ് കെന്നഡി. ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് ആർക്കായിരിക്കും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് കെന്നഡി രണ്ട് പേരും ഇപ്പോൾ കെന്നഡി ആണെങ്കിലും അച്സൽ ആണെങ്കിലും പെനാൽറ്റി ബോക്സിൻ്റെ അകത്ത് ഈ SLKയിൽ കളിക്കുന്ന ഏറ്റവും ഓപ്പർച്യൂണിസ്റ്റുകളായിട്ടുള്ള 2 സ്ട്രൈക്കേഴ്സാണ്. അവർക്കറിയാം എങ്ങനെ ഗോൾ അടിക്കണമെന്ന്. ക്വിക്ക് റെസ്പോൺസ് QRT ആണ് രണ്ടുപേരും. എങ്ങനെ ഏത് ആംഗിളിൽ നിന്നും പെനാൽറ്റി ബോക്സിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫിനിഷ് ചെയ്യും ഗോളിലേക്ക്, അതായത് പോസ്റ്റിലേക്ക്. അതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. 2 പേർക്കും തുല്യ സാധ്യത നിലനിൽക്കുന്നു. ഒരാൾ 8, ഒരാൾ 7. ഇവിടെ അച്സലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെന്നഡിക്ക് ഒരു ഇത്തിരി അഡ്വാൻറ്റേജ് ഞാൻ കൊടുക്കുന്നത്, കെന്നഡി ഫോറിനറാണ്, ബ്രസീലിയനാണ്. അപ്പോൾ അച്സലിനെ വെച്ച് നോക്കുമ്പോൾ കെന്നഡി ഫിസിക്കലി കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അത് ഡിപ്പെൻഡ്സ് കെന്നഡി ആരോഗ്യവാനാണോ അല്ലയോ എന്നത് കൂടി അനുസരിച്ച്. ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. കെന്നഡി ഗോൾഡൻ ബൂട്ടിനുമായി ഇറങ്ങും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കെന്നഡി ഗോൾഡൻ ബൂട്ടിന് യെസ്, അവൻ ഹങ്കറാണ്. ഈവൻ സ്മോൾ നിഗിൾ പെയിനുകളൊന്നും അവൻ കെയർ ചെയ്യാറില്ല. കാരണം അവൻ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഗോൾ അടിക്കണം എന്നുള്ള ഹങ്കറുള്ള പ്ലെയറാണ്. സോ എപ്പോഴും ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ സെഷനിൽ പോലും അവന് എങ്ങനെ ഹാട്രിക് അടിക്കണം, എപ്പോഴും ഹാട്രിക് അടിക്കണം എന്നുള്ള ടെൻഡൻസി ഉള്ള ഒരു പ്ലെയർ. ഫൈനലി അവൻ ഹാട്രിക് അടിച്ചും ചെയ്തു. സോ അവൻ്റെ മനസ്സിലുള്ള സംഗതി അവൻ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് അവൻ്റെ മെയിൻ എയിം. സോ ഞാൻ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു കെന്നഡി ഇറങ്ങുന്ന സമയത്ത് മലപ്പുറത്തിൻ്റെ സൈഡ് ബെഞ്ചിലിരിക്കുന്നവർക്കും മലപ്പുറത്തിൻ്റെ ആരാധകർക്കും ഒരു വല്ലാത്ത ധൈര്യം തോന്നുന്നുണ്ട്. വല്ലാത്തൊരു ഫീല് എന്തായാലും ടോട്ടലി എനിക്ക് തോന്നുന്നു. ഞാൻ പല മാച്ചുകളും ഞാൻ പുറത്തിരിക്കുമ്പോൾ തന്നെ കെന്നഡി ഇൻ വരുമ്പോൾ ഫാൻസിൻ്റെ ഫീലും സംതിങ് ഡിഫറെൻ്റ് ആണ്. ആവേശം ഒരു 20% ആണെങ്കിൽ ഇതൊരു 90, 80, 90 അല്ലെങ്കിൽ 100% കാണികളെ പ്രചോദനം സംതിങ് ഡിഫറെൻ്റ് ആണ്. അത് അവൻ ഫീൽഡിലും വരെ അത് അവൻ കാഴ്ച വെക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പ്ലെയർക്ക് ഇപ്പോൾ ഗോൾ അടിക്കുന്ന പ്ലെയേഴ്സിന് എന്തായാലും കോൺഫിഡൻറ്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. മീൻസ് 5 ഗോൾ 6 ഗോൾ അടിച്ച പ്ലെയേഴ്സിന് സ്വാഭാവികമായിട്ടും ആ ഹങ്കർ എന്തായാലും ഫീൽ ചെയ്യും, എനിക്ക് ഇനിയും ഗോൾ അടിക്കണം എന്നുള്ള സാധനം. അതാണ് അജ്സലിനും വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു സംതിങ് ഡിഫറെൻറ്റ് ഫീലാണ്. ഒരു വർഷം അടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് ഈ സീസൺ ആകുമ്പോഴേക്കും എനിക്ക് ഗോളുകളാണ് എൻ്റെ മെയിൻ എയിം എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ. ഞാനിപ്പോൾ ഒരു ടീമിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ ആയിരുന്നാലും കോച്ചായിരുന്നാലും എനിക്ക് അതായത് കപ്പാസിറ്റി വെച്ച് ഞാനൊരു പ്ലെയറെ എനിക്ക് ഏത് പ്ലെയർ എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ കെന്നഡി ആ കാറ്റഗറി പ്ലെയറാണെന്ന് ഞാൻ പറയാം. എനിക്ക് മരിച്ചു കളിക്കുന്ന 11 പ്ലെയേഴ്സിന് മതി. ആ മരിച്ചു കളിക്കുന്ന പ്ലെയറാണ് അനസിൻ്റെ കെന്നഡി. ഒരു തർക്കമില്ലാത്ത കേസാണ്. യെസ്, അത് മാത്രമല്ല ഇപ്പോൾ കെന്നഡി മാത്രം ഇറങ്ങുന്നത്, റോയ് കൃഷ്ണയ്ക്ക് പകരം പല കളികളിലും കെന്നഡി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കളി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏറ്റവും അപകടകരമായ കോംബോ എതിരാളികൾക്ക് റോയ് കൃഷ്ണയും കെന്നഡിയും ഒരുമിച്ചിറങ്ങുമ്പോഴാണ്. കാരണം ഇതാണെങ്കിൽ ഒരു പ്ലെയറെ പൂട്ടാൻ ഒരു 2 ആൾ ഓടണം. റോയ് ഒരു വശത്ത്, റോയിയെ പൂട്ടാൻ 1-2 ആളുകൾ നിൽക്കുന്ന സമയത്ത് കെന്നഡി ഇങ്ങേ അറ്റത്ത് ഫ്രീ ആണ് പലപ്പോഴും. പക്ഷെ അസൂയ തോന്നുന്നത് ഷൈജോട്ട അജ്സലിനോടാണ്. നമ്മളെ നാട്ടിലെ ഒരു ഈങ്ങാപ്പുഴക്കാരനായ ഒരു താരം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ സ്ട്രൈക്കർമാരുടെ കുറവ് നമുക്കറിയാം. ആ ഒരു ഗ്യാപ്പ് നികത്താനാണ്, കൊള്ളടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വന്നിറങ്ങുവാണ് അജ്സൽ. അനസ് പറഞ്ഞ വേർഡ് തന്നെയാണ്. ഞാൻ മലപ്പുറത്തിൻ്റെ പാട്ടാണ്, ഞാൻ അതിൻ്റെ സ്കൗട്ടിംഗ് ഡയറക്ടറാണ്. പക്ഷേ നമ്മൾ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ പറയുമ്പോൾ മേ ബി ഞാൻ മിണ്ടാതിരുന്നിട്ടും കാര്യമില്ല. എന്താണോ നമ്മൾ SLKയിൽ നടക്കുന്നത്, അല്ല എന്താണോ യങ്സ്റ്റേഴ്സ് ചെയ്യുന്നത്, അത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയേണ്ടതാണ്. യെസ്, വെരി ഗുഡ് പ്ലെയർ, നല്ല ഹങ്കറാണ്. ഇപ്പോൾ 7 ഗോൾ ഫോറിനേഴ്സ് ഒന്നും അടിക്കാത്ത ഗോളുകൾ ഐസിൽ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, അവന് ആ ഫീൽ ഉണ്ട് എന്നുള്ള. കേരളത്തിൽ നിന്ന് നമുക്ക് നാഷണൽ ടീം പ്ലേയേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇങ്ങനെയുള്ള പ്ലെയർ വരുമ്പോൾ. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് അറിയാലോ മാഷായി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും. അത് ഫൈറ്റ് ചെയ്യലും ഫീൽഡിൽ ഫൈറ്റ് ചെയ്യലും സാധനങ്ങളൊക്കെ എന്താ, അത് പ്ലെയർ തമ്മിലുള്ള ചലഞ്ചാണ്, 2 ടീമുകൾ തമ്മിലുള്ള ചലഞ്ചാണ്. അതവിടെ നടക്കും. എൻ്റെ ജോലി ഞാനെടുക്കും. പക്ഷേ റിയാലിറ്റി എന്താണ്, അത് നമ്മളെ ക്യാരക്ടർ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇന്ത്യൻ കുപ്പായത്തിൽ ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്, ഒരുപാട് ഇന്ത്യൻ കുപ്പായം സ്വപ്നം കാണുന്ന ഒരുപാട് താരങ്ങൾ നമ്മൾ SLKയിലുണ്ട്. അനസ് എടത്തൊടികയുടെ ഒരു മനസ്സിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്താണ്? SLK കളിച്ച് ഇന്ത്യൻ കുപ്പായത്തിലേക്ക് എത്തുന്ന താരങ്ങൾ ഒരുപാടുണ്ടാകും. SLK കളിച്ച് ISLും കൂടെ കളിച്ച് അതിലുള്ള ഫോറിൻ പ്ലെയേഴ്സിൻ്റെ കൂടെ കളിച്ച് പ്രൊഫഷണലിസം കംപ്ലീറ്റ് പഠിച്ച് ചില ആളുകൾക്ക് എപ്പോഴും നമുക്ക്
കളിക്കുമ്പം ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് കേരളത്തിൽ വീടുകളിൽ ഫോക്കസ് ചെയ്യുന്നത്. യെസ്, നമുക്കൊക്കെ വീടുകളുണ്ട്, ഫാമിലി, അത് പക്ഷേ ഈ ഫുട്ബോൾ പറഞ്ഞ സാധനം നമ്മളെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്, നമ്മളെ ജോലിയാണ്, നമ്മളെന്താ പറയുക, നമുക്ക് കിട്ടിയ ഒരു ദൈവം തന്ന നമുക്കൊരു ഒരു ഒരു അച്ചീവ്മെൻറ്റിൽ കൂടെ കൂട്ടാം അല്ലേ, നമുക്കൊരു ഫീൽ തന്നതാണ് നമ്മളെ കുടുംബത്തെ സഹായിക്കാൻ, നമ്മളെ ജനറേഷനെ സഹായിക്കാൻ, നമ്മളെ യങ്സ്റ്റേഴ്സിനെ സഹായിക്കാൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടാലൻ്റ് ഉള്ള പ്ലെയർ, ഒരു 8 പ്ലെയറെങ്കിലും കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ പോകാനുള്ള കേപ്പബിൾ ഉള്ള പ്ലെയേഴ്സ് കേരളത്തിലുണ്ട്. പക്ഷേ അവർക്ക് കറക്റ്റ് പ്രോപ്പർ സാധനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ ഷൈജോട്, അതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷൈജോടൻ എന്താണ് തോന്നുന്നത്? ഈ സൂപ്പർ ലീഗ് കേരള നമ്മളെ താരങ്ങളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും. അതായത് ഓൾറെഡി ഇപ്പം അണ്ടർ-23 ഇന്ത്യൻ ടീമിൽ കളിച്ചു കഴിഞ്ഞു തൃശ്ശൂർ മാജിക്കിൻ്റെ ഗോൾ കീപ്പർ കമാലുദ്ദീൻ. ഓൾറെഡി SLK നടന്നുകൊണ്ടിരിക്കുമ്പോൾ SLK കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് പോയി ഇന്ത്യ കളിച്ച് വന്നിരിക്കുന്നത്. അണ്ടർ-23 ആണെങ്കിൽ കൂടി തായ്ലൻഡിനെതിരെ ഫ്രണ്ട്ലി മാച്ച് കളിച്ചു വന്നു. സോ ഇതൊക്കെ ഒരു സൂചകമാണ്. ഇപ്പം നേരെ അനസ് പറഞ്ഞ പോലെ നമ്മുടെ പ്ലെയേഴ്സിനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കാനും അവരെ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ഒപ്പം കളിച്ച് അവർക്ക് അതിൻ്റേതായ ഡ്രസ്സിംഗ് റൂം എക്സ്പീരിയൻസ് കിട്ടാനും എന്താണ് എവിടെ നിൽക്കുന്നു എന്ന് അവർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടാനും ഇന്ത്യൻ ഫുട്ബോളിന് നാളെ ഉപകാരപ്പെടാവുന്ന രീതിയിലുള്ള, ഓഫ് കോഴ്സ് ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ചർച്ച എന്നാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് അണ്ടർ-23 ഇന്ത്യ ടീമിനെ സീനിയർ കളിപ്പിച്ചാൽ പോരെ എന്നുള്ള ചർച്ച സജീവമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം നമ്മുടെ ഇന്ത്യൻ അണ്ടർ-23 കളിക്കുന്ന ടീം ഇപ്പോൾ, അതായത് നമ്മുടെ ഐമനും വിപിൻ മോഹനും ഒക്കെ ഒരുമിച്ച് കളിക്കുന്ന ടീം സമീപകാലത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഏഷ്യൻ ലെവലിൽ അവർ നല്ല പെർഫോമൻസാണ്. അപ്പോൾ അത് വലിയൊരു ഡിബേറ്റാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ. ഈ സീനിയേഴ്സിനെ മെല്ലെ ആക്കിയിട്ട് നമുക്ക് അണ്ടർ-23 പ്രൊമോട്ട് ചെയ്താൽ പോരെ. ആ നീക്കത്തിന് ശക്തി പകരുന്ന 5-8 ആളുകളാണ് ഇവിടെ റെഡിയായി നിൽക്കുന്നത്. എല്ലാം അണ്ടർ-23 പ്ലെയേഴ്സാണ് റെഡി ടു പ്ലേ ഇന്ത്യ. സോ ഇവരെല്ലാവരും ഇന്ത്യൻ ഫുട്ബോളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ സീനിയർ ടീമിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ ചിറകടിച്ച് പറക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ചിറകടിച്ച് പറക്കാനുള്ള റൺവേ എന്ന് പറയുന്നതാണ് സൂപ്പർ ലീഗ് കേരള. യെസ്, അതാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൂപ്പർ ലീഗ് കേരള അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ സെമി ഫൈനൽ പോരാട്ടം നടക്കാൻ പോവുകയാണ് കേട്ടോ. കാലിക്കറ്റ് വേഴ്സസ് കണ്ണൂർ, മലപ്പുറം വേഴ്സസ് തൃശ്ശൂർ. നമ്മൾ വീണ്ടും ഇങ്ങനെ ഇരിക്കും ആഫ്റ്റർ ഫൈനലിന് മുൻപായി നമുക്ക് ഒന്നുകൂടി ഇരിക്കണം. കാരണം സൂപ്പർ ലീഗ് കേരളത്തിലെ ഫുട്ബോളിന്, ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന ഊർജം ചെറുതല്ല. സ്വപ്നം കാണാനും പുതിയ താരങ്ങളെ നൽകാനും ഈ മനുഷ്യൻ്റെ ടെൻഷൻ അടിയൊക്കെ ഈ ഫുട്ബോളിനോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ ഷൈജു ഏട്ടൻ്റെ കമൻട്രി ഇനിയും നമ്മൾ കേൾക്കാനുള്ള പുതിയ ഒരുപാട് വാക്കുകൾ ആവനാഴിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അതെല്ലാം വരട്ടെ. സൂപ്പർ ലീഗ് നൽകുന്ന ആവേശം അത് ചെറുതല്ല. നമ്മൾ തുടരും. ഇനി വീണ്ടും സെമി ഫൈനൽ മത്സരത്തിന് ശേഷം കാണാം. താങ്ക് യു.